നിലമ്പൂർ വനത്തിൽ മാവോയിസ്റ്റുകളെ കൊന്നതുമായി ബന്ധപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം സംസ്കരിക്കുന്നത് ഡിസംബർ 5 വരെ കോടതി തടഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തെത്തുന്നത്. ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പല വിധത്തിലുമുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ളവ കാട്ടി ഹർജി മനുഷ്യാവകാശ പ്രവർത്തകരും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് കോടതി ഇന്ന് 7 മണി വരെ സംസ്കരിക്കരുതെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, ഇന്ന് 7 മണി വരെ സംസ്കരിക്കരുതെന്നായിരുന്നു ആദ്യം മഞ്ചേരി കോടതിയുടെ ഉത്തരവ്. ഇപ്പോൾ അത് ഡിസംബർ 5 വരെ നീട്ടിയിരിക്കുകയാണോ? എന്തായിരുന്നു സാഹചര്യം? അജിംഷാദ്, ഇന്നലെയാണ് മനുഷ്യാവകാശ പ്രവർത്തകരും കുപ്പു ദേവരാജിന്റെ ബന്ധുക്കളും കൊടുത്ത ഹർജി കോടതി എടുത്തത്. അത് ഇന്നലേക്ക് മാറ്റി. ഇന്നലെ കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇന്ന് വൈകിട്ട് 7 മണി വരെ മൃതദേഹം സംസ്കരിക്കരുത് എന്നാണ്. എന്നാൽ ഈ ഹർജി പരിഗണിച്ച് ഇന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഡിസംബർ 5 വരെ മൃതദേഹം സംസ്കരിക്കരുത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു. നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റും ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കുപ്പു ദേവരാജിന്റെ സഹോദരനാണ് CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു കുപ്പു ദേവരാജ്. കൊല്ലപ്പെട്ട ദേവരാജിന്റെ ബന്ധുക്കൾ അന്ന് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. റീപോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണമെന്ന് ഈ മരിച്ചവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരും ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നു. പോലീസിന് അന്വേഷണത്തിൽ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു പ്രാരംഭഘട്ടത്തിൽ കോടതിയിൽ എന്ന് വേണം നമുക്ക് ഈ വിധിയെ വിലയിരുത്താൻ. അജിത് ഷാ. തീർച്ചയായും വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എത്തിയിട്ടുണ്ടോ? അതായത് ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് ഡിസംബർ 5 വരെ നീട്ടാൻ ഇവർ മുമ്പോട്ട് വെച്ച കാരണങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് കോടതി അംഗീകരിച്ചത് അടക്കമുള്ളവയിലേക്ക് പോയാൽ സ്വാലിഹ്. ഈ അജിംഷാദ്, ഈ FIR-ന്റെ പകർപ്പ് മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രാഥമിക നടപടി എന്ന തരത്തിൽ മൃതദേഹം സംസ്കരിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ആവശ്യത്തിന് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി കോടതിയിൽ നിന്നുണ്ടാവുന്നത്. വരും ദിവസങ്ങളിൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ നിരവധി നിർദ്ദേശങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ കൊലകളുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ സംഘടനകൾ ഉയർത്തുന്ന വലിയ പ്രശ്നങ്ങളെല്ലാം കോടതി മാനിക്കുന്നുണ്ട്. ഇത് ഇരയ്ക്ക് നീതി കിട്ടി എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രാരംഭ നടപടിയാണ്. ഇതിൽ മറ്റു കാര്യങ്ങൾ കോടതി വരും ദിവസങ്ങളിലായിരിക്കും പരിഗണിക്കുക. പ്രത്യേകിച്ച് ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും തന്നെ കോടതിക്ക് മുമ്പിൽ, പ്രത്യേകിച്ച് ഈ അന്വേഷണത്തിൽ ഇവർ സംതൃപ്തരല്ല എന്ന് അറിയിച്ചിട്ടുമുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. മജിസ്ട്രേറ്റിയൽ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് തൃപ്തികരമല്ല. ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. അദ്ദേഹം അതാണ് സ്വാലിഹ്, അതായത് വെടിയേറ്റതല്ല, ആസൂത്രിതമായി അവരെ കൊല്ലുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വാദങ്ങളാണ് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന പേരിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിലും ബന്ധുക്കളുടെ ഹർജിയിലും ഒക്കെ ഉള്ളത്. അതിനായി അവസാനത്തെ തെളിവ് എന്നുള്ള നിലയിൽ ഒരുപക്ഷെ അവരുടെ മൃതദേഹം സൂക്ഷിക്കണം എന്നതായിരുന്നു ഹർജിക്കാരുടെയും ആവശ്യം. ഒരുപക്ഷെ ഈ ആവശ്യമാണ് ഇന്ന് വൈകിട്ട് 7 മണി വരെ കോടതി അംഗീകരിച്ചിരുന്നതും. അത് നീട്ടി ഡിസംബർ 5 ആക്കിയതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഹർജിക്കാർ നിരത്തിയത്? അതിനെ ഏത് വിധത്തിലാണ് കോടതി അംഗീകരിച്ചത്? എന്തായിരുന്നു പോലീസിന്റെ വാദം? ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത് പെട്ടെന്ന് മൃതദേഹം സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിരുന്നു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമെങ്കിൽ അതിന് സർക്കാരിനെ സമീപിക്കണം. ഇത്തരത്തിലുള്ള നടപടികൾ മനുഷ്യാവകാശ സംഘടനകളും ബന്ധുക്കളും നടത്തും. അതിനൊരു സാവകാശം എന്ന നിലയിലാണ് ഇപ്പോൾ കോടതിയിൽ മൃതദേഹം സംസ്കരിക്കരുത് എന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചത്. അത് കോടതി പ്രാരംഭഘട്ടത്തിൽ തന്നെ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ബാക്കി അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. പെട്രോളിങ്ങിനിടെ വെടിവെച്ചു. തീർച്ചയായും വ്യക്തമാണ്. സ്വാലിഹാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.
ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമ ഭേദഗതിക്കായി സർക്കാർ ഏകാംഗ കമ്മീഷൻ നിയോഗിച്ചു. പ്രൊഫസർ രാജൻ ഗുരുക്കൾ കമ്മീഷൻ 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. നിയമ ഭേദഗതി ചെയ്യാത്തത് ഉന്നത വിദ്യാഭ്യാസ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടനയ്ക്ക് തടസ്സമായ സാഹചര്യത്തിലാണ് തീരുമാനം. 2007 നിയമപ്രകാരമാണ് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് കീഴിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഗവേണിംഗ് കൗൺസിൽ, അഡ്വൈസറി കൗൺസിൽ എന്നിവ രൂപീകരിച്ചത്. ഇവ പൂർണ്ണമായും രൂപീകരിക്കുന്നതിന് മുൻപായി എക്സിക്യൂട്ടീവ് കൗൺസിൽ കഴിഞ്ഞ UDF സർക്കാർ നിയമവിരുദ്ധമായി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2007 ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമ ഭേദഗതിക്കായി പ്രൊഫസർ രാജൻ ഗുരുക്കളുടെ ഏകാംഗ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. നിയമം ഭേദഗതി ചെയ്താലേ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇനി പുനഃസംഘടിപ്പിക്കുവാൻ സാധിക്കൂ. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചത്. 45 ദിവസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട്